മുൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് SIT പ്രഖ്യാപനം. വെട്ടിയ മഴ മറന്നാലും വെട്ടറ്റ മരം മറക്കില്ല. അന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവും നിയുക്ത MLA-യുമായ AD തോമസ് പ്രതികരിച്ചു. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മുൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU-കാരെ ഗൺമാൻമാർ തല്ലിച്ചതച്ച സംഭവത്തിലാണ് പുനരന്വേഷണത്തിനായി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുക. 2023 ഡിസംബർ 15-ന് മർദ്ദനമേറ്റതിനു പിന്നാലെ KSU പ്രവർത്തകർ കോടതിയിലെത്തിയിട്ടും സംഭവത്തിൽ തെളിവില്ലെന്നായിരുന്നു അന്ന് സർക്കാർ വാദം. എന്നാൽ ഹർജിക്കാർ വീഡിയോ ഹാജരാക്കിയതോടെ കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ സർക്കാർ ഇതിൽ പുനരന്വേഷണം നടത്താത്തതിനാൽ കോടതി നിർദ്ദേശിച്ച പുനരന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. മർദ്ദനം മറക്കില്ലെന്ന് നിയുക്ത MLA AD തോമസ്. വെട്ടിയത് മഴ മറന്നാലും വെട്ടേറ്റ മരത്തിനത് മറക്കാൻ കഴിയില്ലല്ലോ. അതാണ് അതിൻ്റെ അകത്ത് സ്വാഭാവികമായ ഒരു മറുപടി. ആ മുറിവേൽപ്പിക്കപ്പെട്ടത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ്, പൊതുജനങ്ങളുടെ ആത്മാഭിമാനത്തിനാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു നടപടി ആ വിഷയത്തിലുണ്ടാവും. സംഭവത്തിൽ അന്നത്തെ ഗൺമാൻമാരായിരുന്ന അനിൽകുമാർ, സന്ദീപ് എന്നിവരടക്കമുള്ള 5 പേരടങ്ങിയ സംഘത്തിനെതിരെയാണ് SIT അന്വേഷണം നടത്തുക. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.